ഈ എറണാകുളം മലയിടം തുരുത്തുന്നതിയിൽ നാളെ ഏറെ അവിടെ താമസക്കാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. കാരണം കുടിയൊഴിപ്പിക്കൽ നാളെ തന്നെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ അന്ത്യശാസനം. പ്രതിഷേധം കടുപ്പിക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി ആർ ബിന്ദു ഇന്നിപ്പം സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. സെയ്ഫുനിസ അലിയാർ വിവരങ്ങളുമായി ചേർന്നു. സെയ്ഫു, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ 10-30 കുടുംബങ്ങളാണ് ഇവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഇവരുടെ സങ്കടമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി അവിടേക്ക് എത്തിയ പോലീസ് അവർ ബലം പ്രയോഗിച്ച ആളുകളെ നീക്കാൻ ശ്രമിച്ചു. പിന്നീട് അവരെല്ലാം ഒരുമിച്ച് നിന്ന് ചേർത്ത് തോൽപ്പിച്ചതും അവരുടെ വൈകാരികമായ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. പിന്നെ ആ പോലീസ് നടപടി നിർത്താൻ ആഭ്യന്തരമന്ത്രിക്ക് ഇടപെടേണ്ട സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഈ സംഭവങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഈ ഉത്തരവ് നിൽപ്പുണ്ട്, കോടതിയുടെ ഉത്തരവുണ്ട്, എത്രയും വേഗം കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നുള്ള ഉത്തരവുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോഴത്തേനും സമാധാനപരമായി ഉദ്യോഗസ്ഥർക്ക്, പോലീസിന് ഇക്കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? എന്താണിപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നാളെ ഇവരെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം നാളെ ഈ നടപടികൾ, ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഇന്നലെ തന്നെ നൽകിയിരിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത്. 8 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. മൊത്തം 2 ഏക്കർ 65 സെന്റിലാണ് ഈ തർക്കം നിലനിൽക്കുന്നത്. അവിടെ മൊത്തം 8 കുടുംബങ്ങളാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. ഈ താമസിക്കുന്ന ആളുകളിൽ ഏകദേശം ഒരു നൂറ്റാണ്ടായി നടത്തുന്ന ഒരു നിയമ പോരാട്ടമാണ്. പക്ഷെ അവർക്കത് അവരുടെ അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അവർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. നാളെ ഇവരെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 3 മണിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. എന്തായാലും ഇവർ സമര പരിപാടികൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ തന്നെ ഇവരുടെ സമരപ്പന്തൽ വീണ്ടും ഇവർ ഉയർത്തിക്കെട്ടിയിരുന്നു. ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഡോക്ടർ ആർ ബിന്ദു പങ്കെടുക്കുന്ന ഒരു പരിപാടി രാവിലെ 9 മണിക്ക് ഇവിടെ തീരുമാനിച്ചിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇവർ പോയിരിക്കുകയാണ്. കാരണം ഇനി എന്ത് അങ്ങോട്ട് ചെയ്യും എന്നുള്ള ഒരു വലിയ ആശങ്ക ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ മുൻ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ഒരു നിയമ പോരാട്ടമല്ല ഇത്, കുറെ കാലങ്ങളായുള്ള ഒരു നിയമ പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നിയമസഹായം തന്നെ വേണ്ടിവരും. കാരണം ഇത് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്ന വിധിയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഇനി ആ ഒരു തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. കാരണം ചേച്ചി, നാളെ ഉത്തരവ് നടപ്പാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നടപ്പാക്കട്ടെ, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറില്ല, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലത്തെ ഒരു പോലീസ് നടപടി ഭയക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞെന്തായാലും ഞങ്ങളിവിടെ മരണം വരെ നീക്കുക. അവർ കല്ലണി കൊട്ടട്ടെ, അല്ലാണ്ട് ഞങ്ങൾ നിങ്ങളുടെ പോണേ. ഞങ്ങളെ കൂട്ടടക്കം കൊല്ലട്ടെ അവർ, എന്നിട്ട് അവർ സ്ഥലം എടുത്തോട്ടെ. അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല. കുട്ടികളടക്കമുള്ളവരിപ്പോ നാളെ അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികളടക്കമുള്ളവർ, പിള്ളേർക്ക് എപ്പോഴും പേടി അറിയില്ല. ഞങ്ങളുടെ സൗണ്ട് എല്ലാം പോയി. ഞങ്ങൾക്ക് മിണ്ടാനും പറ്റില്ല, അനങ്ങാനും ഒന്നും പറ്റില്ല. മുറ്റടിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. മേലെ പോലീസുകാർ, ആൺ പോലീസൊക്കെ ഞങ്ങളെ പിടിച്ച് വലിച്ച് ഞങ്ങളുടെ കക്കത്തെ ലാത്തിക്ക് അടിച്ച് അവിടെ തലയൊക്കെ വീർത്തിരിക്കുന്നു. ഇപ്പൊ അത് മാറി. ഷൂല് ചവിട്ടിയായിട്ട്. ശരി സൈഫു, പ്രതികരണം എടുക്കൂ. ഞാൻ സൈഫുനീസിലേക്ക് മടങ്ങി എത്താൻ പറഞ്ഞ പോലെ അവിടുത്തെ ഈ നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടു. അപ്പോഴും അവർ ചേർത്ത് തോൽപ്പിക്കുകയായിരുന്നു. പക്ഷേ എത്ര സമയം അല്ലെങ്കിൽ എത്ര നാൾ ഇങ്ങനെ ചേർത്തു നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നറിയില്ല. കാരണം സുപ്രീം കോടതിയൊക്കെ ശരിവച്ചൊരു വിധിയാണ് ഇത്. ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എത്രയും വേഗം ഏറ്റെടുക്കൽ പൂർത്തിയാക്കണം എന്നുള്ള കോടതിയുടെ നിർദ്ദേശം പോലീസിന് മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടാണ് ഈ വിഷയം വഷളായപ്പോൾ, അല്ലെങ്കിൽ ആ സാഹചര്യം വഷളായപ്പോൾ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെടുകയും പോലീസ് നടപടി നിർത്തിവെക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ രീതിയിലേക്ക് ഇത് കുറേ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല, കോടതിയിൽ നിന്നും മറിച്ചൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ. അപ്പോൾ നാളത്തെ ദിവസം എന്തുകൊണ്ടാണെങ്കിലും നിർണായകമാണ്. അവിടെ അവരെ സമരപ്പന്തലൊക്കെ ഉയർത്തി കെട്ടിയിട്ടുമുണ്ട്.